യോഗ്യനവൻ, പുകഴ്ചയ്ക്ക് യോഗ്യനവൻ. ആരാധിക്കുന്നു ഞങ്ങൾ വിശുദ്ധിയിൻ ഉന്നതനേ. സ്തുതിക്ക് യോഗ്യനവൻ, പുകഴ്ചയ്ക്ക് യോഗ്യനവൻ. ആരാധിക്കുന്നു ഞങ്ങൾ വിശുദ്ധിയിൻ ഉന്നതനേ. ഹല്ലേലൂയാ മഹത്വം കർത്താദി കർത്താവിന്. ഹല്ലേലൂയാ മഹത്വം രാജാദി രാജാവിന്. ഹല്ലേലൂയാ മഹത്വം കർത്താദി കർത്താവിന്. ഹല്ലേലൂയാ മഹത്വം രാജാദി രാജാവിന്. ഉയർന്നും പൊങ്ങിയുമാ സിംഹാസനെ കാണും ഞാൻ. സറാഫുകൾ സ്തുതിക്കും പരിശുദ്ധനായവനേ. ഉയർന്നും പൊങ്ങിയുമാ സിംഹാസനെ കാണും ഞാൻ. സറാഫുകൾ സ്തുതിക്കും പരിശുദ്ധനായവനേ. ഹല്ലേലൂയാ മഹത്വം കർത്താദി കർത്താവിന്. ഹല്ലേലൂയാ മഹത്വം രാജാദി രാജാവിന്. ഹല്ലേലൂയാ മഹത്വം കർത്താദി കർത്താവിന്. ഹല്ലേലൂയാ മഹത്വം രാജാദി രാജാവിന്. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ അനുദിന വചനം, ഡു നോട്ട് വേസ്റ്റ് ഗോഡ്സ് ഗ്രേസ്. ദൈവകൃപ വ്യർത്ഥമാക്കരുത്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. 2 Corinthians chapter 6 verse 1. Working together with him, then we appeal to you not to receive the grace of God in vain. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായ കർത്താവേ, ഞങ്ങളുടെ ആദരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ പഠിപ്പിക്കണം. അപ്പം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം അപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവകൃപ വ്യർത്ഥമാക്കരുത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറഞ്ഞ കാര്യമാണ് 6-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചത്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് വലിയ കൃപ ലഭിച്ചവരാണ്. നമ്മുടെ പാപത്തിന് പരിഹാരമായി പുത്രനെ ഈ ഭൂമിയിലേക്ക് നൽകിയത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ആമേൻ. ദൈവികമായ കൃപ നമ്മെ താങ്ങിയത് കൊണ്ട് മാത്രമാണ് നാം ഓരോ ദിനവും ഉണരുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയാവോ? നമ്മൾ ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ചിലരെ ദൈവം തിരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക കൃപ നൽകുന്നതായി നമുക്ക് കാണാം. ദൈവം കൃപയെ നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. എന്നാൽ ഈ കൃപയെ മനസ്സിലാക്കാതെ പലരും കൃപയെ വ്യർത്ഥമാക്കുന്നു. വേണ്ടാത്ത വഴികളിൽ കൂടി നാം ചലിക്കുമ്പോൾ നാം കൃപയെ വ്യർത്ഥമാക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകളെ കുഴിച്ചുമൂടുമ്പോൾ
നാം കൃപയെ വ്യർത്ഥമാക്കുന്നു. രോഗശാന്തി വരം അത് കർത്താവിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്. അത് ലഭിച്ചിരിക്കുന്ന സഹോദര സഹോദരി, അത് വെച്ച് നീ മുതലെടുക്കരുത്, അത് വെച്ച് നീ പണം സമ്പാദിക്കരുത്. ദൈവം തന്നത് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം. സ്തോത്രം. അത് വെച്ച് നീ കാശുണ്ടാക്കിയാൽ സ്തോത്രം അധിക നാൾ മുന്നോട്ട് പോകില്ല. അഹങ്കാരമെന്ന് പറയുന്ന ഒരു ദുഷ്ടശക്തി നിന്നെ പിടിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടിയാണ് ദൈവം അത്തരത്തിലുള്ള കൃപാവരങ്ങൾ തരുന്നത്. ആ കൃപാവരങ്ങൾ പെരുകുമ്പോൾ, വർദ്ധിക്കുമ്പോൾ നിഗളമെന്ന പിശാചും കൂടെ വളർന്നു വരാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ കൃപയെ വ്യർത്ഥമാക്കിയ അനേകം പേരെ വേദപുസ്തകത്തിൽ കാണാം. പൗലോസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദേമാസ് കൃപയെ വ്യർത്ഥമാക്കി ലോകത്തെ സ്നേഹിച്ചു, അതിൻ്റെ പുറകെ പോയി. അതുപോലെ അലക്സാണ്ടറും ദൈവകൃപയിൽ നിന്നും അകന്നു പോയി എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനന്യാസും സഫീറയും വ്യാജം കാണിച്ചു ദൈവകൃപയെ വ്യർത്ഥമാക്കി. യേശുവിൻ്റെ കൂടെ നടന്ന യൂദ ദൈവകൃപയെ വ്യർത്ഥമാക്കി കെട്ടിത്തൂങ്ങിച്ചത്തു. എന്നാൽ ദൈവത്തിൽ നിന്നും ലഭിച്ച കൃപയെ വ്യർത്ഥമാക്കാത്ത ഒട്ടനവധി പേരെയും ദൈവവചനത്തിൽ നമുക്ക് കാണാം. ഉൽപ്പത്തിയുടെ പുസ്തകം 6:8. എന്നാൽ നോഹയ്ക്ക് കർത്താവിൻ്റെ കൃപ ലഭിച്ചു. ആ കൃപയെ നോഹ ചലിപ്പിച്ചു. കൃപയെ മൂടിക്കെട്ടി വെച്ചില്ല. നോഹ കൃപയാൽ പെട്ടകം പണിതു. കൃപയെ ചലിപ്പിച്ചാൽ കൃപയുടെ പിന്നിലെ ദൈവിക പദ്ധതി വെളിപ്പെട്ടു വരും. നോഹയ്ക്ക് ലഭിച്ച കൃപയെ വ്യർത്ഥമാക്കാതിരുന്നപ്പോൾ നോഹയുടെ തലമുറ യഹോവയുടെ കർത്താവിൻ്റെ ന്യായവിധിയിൽ നിന്നും രക്ഷ പ്രാപിച്ചു. മോശയ്ക്ക് ദൈവം കൃപ നൽകി. ആ കൃപയെ മോശ വ്യർത്ഥമാക്കാതെ പ്രവർത്തിച്ചപ്പോൾ 430 വർഷത്തെ മിസ്രൈം അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിന് വിടുതൽ ലഭിച്ചു. ഏലിയാവിൻ്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപ ഒരു രാജ്യം മുഴുവൻ രക്ഷപ്പെടാൻ ഇടയാക്കി. ദൈവകൃപ വ്യർത്ഥമാക്കാതെ ലഭിച്ച കൃപയെ ചലിപ്പിച്ച് ദൈവിക പദ്ധതികളെ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ് പൗലോസ് അപ്പോസ്തലൻ. കർത്താവിന് ശേഷം ആരെങ്കിലും അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി, ഒരാളെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അത് മറ്റാരുമല്ല, വിശുദ്ധ പൗലോസാണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ വിശുദ്ധൻ പറയുകയാണ്, കോപ്പി മീ ആസ് ഐ കോപ്പിഡ് ജീസസ്. ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കുവിൻ എന്ന്. ഇപ്രകാരം ഒരു ആഹ്വാനം വിശുദ്ധ പൗലോസിന് മാത്രമേ നടത്താൻ കഴിയുള്ളൂ. പൗലോസ് കാർബൺ കോപ്പിയൊന്നുമില്ലായിരുന്നു. ഈ വാസ് ട്രൂ കോപ്പി. യേശു ക്രിസ്തുവിനെ ഒപ്പിയെടുത്തവനാണ്. ലഭിച്ച കൃപ നഷ്ടപ്പെടുത്താതെ അത് വർദ്ധിപ്പിച്ച് അനേകരെ കൃപയിലേക്ക് കൊണ്ടുവന്നു, രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ അനന്ത കൃപകളെക്കുറിച്ചും അത് വ്യർത്ഥമാക്കാതെ പ്രവർത്തിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അപ്പോസ്തലൻ താൻ സ്ഥാപിച്ച സഭകളിൽ ഉള്ളവരോടെല്ലാം പറഞ്ഞു. സകലത്തിനും ദൈവത്തിൻ്റെ കൃപ ഒന്നു മാത്രം മതി എന്ന് അപ്പോസ്തലൻ പരിപൂർണമായി വിശ്വസിച്ചു. അഹങ്കരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരേക്കാൾ കൂടുതലായി അധ്വാനിച്ചവനെങ്കിലും അവയെല്ലാം ദൈവകൃപയാലാണെന്ന സത്യം പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം കുറഞ്ഞപക്ഷം ഒരു 3 നേരമെങ്കിലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്ത് നടക്കുന്ന ക്രിസ്ത്യാനിയുടെ കൊമ്പടിക്കാൻ ആ ഒരു വചനം മതി. എന്താണ് ആ വചനത്തിൻ്റെ പ്രത്യേകത അറിയാവോ? വിശുദ്ധ പൗലോസിന്റെ സാക്ഷ്യമാണ്. കർത്താവിനെ അറിയും തോറും സകലതും ചവറന്നെണ്ണിയ വിശുദ്ധനാണ്. കർത്താവിന് വേണ്ടി സകലതും ചവറന്നെണ്ണിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി? ആണോ? കൃപ നഷ്ടപ്പെടുത്തരുത്. വിശുദ്ധ പൗലോസ് അറിയും തോറും കർത്താവിനെ അറിയും തോറും സകലതും ചവറന്ന് എണ്ണിയവനാണ്. കോടീശ്വരന്റെ മകനായിരുന്നു, ജ്ഞാനിയായിരുന്നു. പക്ഷെ അതിൻ്റെ സിംപ്ലിസിറ്റി അതെല്ലാം വളരെ വ്യക്തമായി ആ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസിന് അഹങ്കരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരേക്കാൾ കൂടുതലായി അധ്വാനിച്ചെങ്കിലും അവയെല്ലാം ദൈവകൃപയാലാണ് എന്ന സത്യം പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, എങ്കിലും ഞാനാകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഹല്ലേലൂയ. ഈ ഒരു വചനം നമ്മളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ കയറിയിരുന്നെങ്കിൽ ഈ സഭാതലത്തിലുള്ള ഈ അഹങ്കാരവും
ആ ഒരു വിലയിരുത്തലും നീങ്ങുമായിരുന്നു. നമുക്കെല്ലാവർക്കും ദൈവമക്കളുടെ ആ ഒരു സന്തോഷത്തോടെ ഒന്ന് പരസ്പരം അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. നാം എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ കൃപയെ നാം അവഗണിക്കരുതേ, ഈ കൃപയെ മറന്ന് ജീവിക്കരുതേ. നമുക്ക് സദാസമയവും അടിവരയിട്ട് പറയാം, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു. ഈ വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. കർത്താവേ, അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടുത്താതെ കണ്ട് അത് പരിപോഷിപ്പിച്ച് അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. വിശുദ്ധ പൗലോസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം സകലതും ചവറന്നെണ്ണുവാനും ഈ ഭൂമിയിൽ ലഭിക്കുന്ന നന്മകൾ അങ്ങേക്കാൾ ശ്രേഷ്ഠമായിട്ട് എണ്ണാതെ അങ്ങ് മാത്രമാണ് ഹല്ലേലൂയ ഏക സമ്പത്ത് എന്നുള്ള ആ ഒരു ദൈവിക കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ ഓഫീസുകളെ അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രങ്ങൾ. ഒരിക്കൽ കൂടി കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ ഞങ്ങൾക്ക് നൽകണമേ. ജ്ഞാനവും ബുദ്ധിയും ദൈവഭയവുമുള്ള ഒരു ഗവൺമെൻറ്റിനെ, അധികാരികളെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓരോ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി പഠനത്തിനായി ജോലിക്കായി പോയിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്കതായ ഒരു തുണയെ ഈ വർഷം തന്നെ മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ കണ്ട്, തലമുറകളില്ലാതെ കണ്ട് വിഷമിക്കുന്നവരുണ്ട് കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ സാറാമ്മച്ചിയുടെ ഗർഭപാത്രം അവിടുന്ന് തുറന്നതുപോലെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമേ, അവിടുന്ന് സൗഖ്യദായകനാണ്. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം നടക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ കാക്കുന്ന പട്ടാള സമൂഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. രാജ്യത്ത് നീതിന്യായം നടത്തുന്ന എല്ലാ സൈന്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പോലീസ് സേനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഓ സ്തോത്രം. ഇന്ത്യക്കകത്തും പുറത്തും നേരിടുന്ന ഉയർന്നു വരുന്ന സകല ശത്രുക്കളുടെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. ദേശമണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറി ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി കർത്താവേ, ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കുക. നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നടുവിൽ സൂര്യനേക്കാൾ തേജസ്സുള്ളോനേ, ദൂതന്മാർ വണങ്ങുന്നോനേ, ആരാധിക്കുന്നു ഞങ്ങൾ. ഏഴു വിളക്കിൻ നടുവിൽ സൂര്യനേക്കാൾ തേജസ്സുള്ളോനേ, ദൂതന്മാർ വണങ്ങുന്നോനേ,